പൃഥ്വിരാജ് കലക്കി പൃഥ്വിരാജിനെ കൊണ്ട് തന്നെയാണ് പടം പോകുന്നത്. വേറെ ലെവൽ അടിപൊളി ത്രില്ലർ കേട്ടോ. അത്രയും പ്രതീക്ഷയില്ല ത്രില്ലർ ഇത്ര ആവുന്ന ത്രില്ലിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞും പറട്ടെ കേട്ടോ. ജെയ്ക്സിന്റെ മ്യൂസിക് ആണ് കിട്ടില്ലായിട്ട് ഇൻട്രോഡ് സീനിലെ മ്യൂസിക് ഒക്കെ ഉണ്ട്. BGM ഒക്കെ തകർത്തിട്ടുണ്ട്. അടിപൊളി നല്ലൊരു ത്രില്ലർ. ആ ഒരു നമുക്ക് അറിയില്ല, അവർ രണ്ടുപേരും പഴയൊരു ഇതാണല്ലോ, ആ ഒരു കെമിസ്ട്രി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. തൃപ്തിപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പൃഥ്വിരാജ് ആയാലും നമ്മുടെ പാർവതി ആയാലും ഹക്കീം ഷായുടെ ഒരു നല്ലൊരു വേഷം, അതേപോലെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും നല്ലൊരു ചിത്രം തന്നെ ആയിരിക്കും. റോബിൻഹുഡ് പോലത്തെ ഒരു സ്കാം പരിപാടിയാണോ? അതെ, ആ ഒരു പശ്ചാത്തലത്തിലാണെങ്കിലും കുറെ ഫാമിലിയിൽ നടക്കുന്ന ഒരു സംഭവങ്ങളും എല്ലാം കൂടി ഒരു മിക്സിംഗ് ആയിട്ടുള്ള ഒരു സംഭവം. തീർച്ചയായിട്ടും പടം ഒരു വെറൈറ്റി പടമാണ്. പൃഥ്വിരാജിൻ്റെ കുറേ നാൾക്ക് ശേഷം നല്ലൊരു ക്യാരക്ടറോള് കാണിക്കണേ. നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു ക്യാരക്ടറോള് പൃഥ്വിരാജ് തന്നെ. സസ്പെൻസാണ് പടത്തിൻ്റെ സസ്പെൻസ് കഴിഞ്ഞല്ല, ഇനിയും സസ്പെൻസ് വരാൻ പോകും. പടം ഫസ്റ്റ് ഹാഫൊക്കെ വെറൈറ്റി ആയിരുന്നു. പോലീസുകാരും എല്ലാം അടിപൊളി. പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം പൃഥ്വിരാജിൻ്റെ ഈ പടം ഇങ്ങനെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്യാരക്ടറാണ്, ഒരു വിചിത്രമായ ക്യാരക്ടറാണ് പൃഥ്വിരാജ്. നമ്മൾ എപ്പോഴും കാണുന്ന സിനിമ പോലെയല്ല പൃഥ്വിരാജിൻ്റെ ഇതിനകത്തുള്ള ക്യാരക്ടർ. മൂവി ഗംഭീരമായ മേക്കിംഗ് ആണ്, ഒരു ത്രില്ലിംഗ് ആണ്, ഒരു ബാങ്ക് റോബറി ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് വരുന്നത്. പിന്നെ നിസാം ബഷീറിൻ്റെ ഓരോ സിനിമയും മറ്റേ സിനിമയായിട്ട് കണക്ഷൻ ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ സിനിമയും കെട്ടിയോളൻ്റെ മാലാഖ ആ ഒരു റോഷാക്ക് ആ ഒരു രീതിയിലല്ല, ഇതൊരു റോബറി ആ ഒരു ബേസിലാണ്. പിന്നെ നോബഡി എന്നുള്ള പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ മാൻ നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്, അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള മേക്കിങ്ങിലും പിന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് കംപ്ലീറ്റ് നമ്മളൊരു തിയേറ്റർ വാച്ചിന് വേണ്ടിയുള്ള സ്റ്റഫാണ് മൊത്തം അതിനകത്തുള്ളത്. പിന്നെ വളരെ കുറച്ച് കാസ്റ്റേ ഉള്ളൂ അതിൽ. നമ്മുടെ പഴയ നടനായ അശോകനൊക്കെ വളരെ ഒരു വെറൈറ്റി ഉള്ള റോളാണ്. അതുപോലെ ഹക്കീം ഷാജഹാൻ ഗംഭീരമായിട്ടുള്ള ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പാർവതി പൃഥ്വിരാജ് അവർ തമ്മിലുള്ള കെമിസ്ട്രി അത് പണ്ട് മുതലേ അവരോട് നമ്മുടെ മൊയ്തീൻ മുതലുള്ള പേരാണല്ലോ, അവരുടെ വേറിട്ട രീതിയിലുള്ള